ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. കുറച്ച് ടെസ്റ്റുകളും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പകുതിയും ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും. അപ്പം നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. എണീറ്റ് കഴിഞ്ഞിട്ട് കിടക്കേന്ന് അങ്ങോട്ട് പൊന്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം പുറത്ത് നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം കാഴ്ചകൾ കണ്ട് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ ബോട്ടിലുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഈ ബോട്ടിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അത് ഞാൻ എപ്പോഴും എങ്ങോട്ട് പോവുകയാണെങ്കിലും കൈ പിടിക്കും. കാരണം അതുണ്ടെങ്കിലേ വെള്ളം കുടിക്കൂ, അല്ലെങ്കിൽ എണീറ്റ് പോയിട്ട് വെള്ളം കുടിക്കാനൊക്കെ നല്ല മടിയാണ്. അങ്ങനെ കുറേ നേരം ചിന്താവിഷ്ടയായ ശ്യാമളയുടെ പോലെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ബോധോദയം വന്നത്. വേഗം കുളിക്കണം, പോകണം എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ബെഡിൽ നിന്നൊക്കെ പതുക്കെ എണീറ്റ് നേരെ ഉമ്മർത്തേക്കാണ് വന്നത്. അപ്പോൾ പേപ്പറൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ രാവിലെ തന്നെ ഓട്ടത്തിന് പോയോണ്ട് പേപ്പർ ആരും എടുത്തിട്ടില്ല. പേപ്പർ അവിടെ കണ്ട സ്ഥിതിക്ക് ഇന്നൊന്ന് പേപ്പർ വായിക്കാമെന്ന് വിചാരിച്ചു. കല്യാണത്തിനൊക്കെ മുമ്പ് ഇങ്ങനെ പേപ്പർ എടുക്കണം കണ്ടു കഴിഞ്ഞാൽ എന്നും ഒന്നിങ്ങനെ മറച്ചു നോക്കണം. വലിയ കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വായിക്കില്ലെങ്കിലും വെറുതെ പേപ്പർ കാണുമ്പോൾ ഫുള്ളായിട്ടൊന്ന് മറച്ചു നോക്കണം. മെയിനായിട്ട് നോക്കുന്നത് ഇന്നത്തെ സിനിമ ഏതാന്നുള്ളതായിരിക്കും. ഓരോ ചാനലിലും അതാത് ദിവസത്തെ സിനിമകൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതറിയാനുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും പേപ്പർ ആദ്യം തന്നെ നോക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ഹെഡ്ലൈൻസ് ഒക്കെ വായിച്ച് അങ്ങനെ വിടും. മുഴുവൻ വായിക്കാനുള്ള ക്ഷമ എന്തായാലും കിട്ടാറില്ല. അതിനുള്ള ഇൻട്രസ്റ്റും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം എല്ലാ പേജുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഒരു കട്ടൻ ചായ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് വീണ്ടും കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഇത് നമ്മൾ വീട്ടിൽ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് ചെടികളാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. കുറച്ച് നേരം അവരെയൊക്കെ ഒന്ന് നോക്കി നിന്നിട്ട് നേരെ പിന്നിലേക്കാണ് വന്നത്. കാരണം പിന്നിലാണ് കുറച്ച് വെയിലുള്ളത്. ഒന്ന് വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ഭയങ്കര പാടാണ്. കാരണം നിറച്ച് മരങ്ങളായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ടാണ് വെയിലൊക്കെ വരുന്നത്. അപ്പോൾ വെയിലുള്ള സ്ഥലം നോക്കി അവിടെ പോയി നിന്നിട്ട് ബ്രഷ് ചെയ്യാണ്. ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോയി കുളിച്ചു. ഇന്ന് എണ്ണ തേക്കലും കാര്യങ്ങളൊന്നും ഇല്ല. ഹെയർ കെയർ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാട്ടോ. സാധാരണ മിക്ക ദിവസങ്ങളിലും ഞാൻ എണ്ണ തേച്ച് കുളിക്കാറുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതുകൊണ്ട് അതിനുള്ള ടൈമൊന്നും കിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആവണം. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം ഫാസ്റ്റിങ്ങിൽ നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യം നടന്നു. അമ്മ ദേ റെഡിയായി എൻ്റെ പിന്നാലെ ഓടി വരുന്നുണ്ട്. സൂര്യനൊക്കെ ദേ നന്നായി കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട്. നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണ്. ചെറിയൊരു തണുപ്പും ഈ ചെറിയ വെയിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. രാവിലെ നേരത്തെ വന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഒരു ഈച്ചനെ പോലും കാണാനില്ല. തൃശ്ശൂരുള്ള സരോജ ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അവിടുത്തെ ലാബിലാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ദേ നമ്മൾ ഫാസ്റ്റിങ്ങിലുള്ള ആദ്യത്തെ കുത്തിയിട്ടുണ്ട്. ഇനിയൊരു 2 hours കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ബ്ലഡ് എടുക്കേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാതെയാണ് നമ്മൾ ആദ്യത്തെ ബ്ലഡ് എടുത്തിട്ടുള്ളത്. ഇനി ഫുഡ് കഴിച്ച് 2 hours കഴിഞ്ഞിട്ടാണ് അടുത്തത് എടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം സാധാരണ പോകാറുള്ള ഒരു ഹോട്ടലിലേക്ക് നടന്നിങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഹോട്ടലിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ നടന്നു വന്നത് വടക്കേ സ്റ്റാൻഡിലുള്ള മിഥില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അവിടെ നിന്ന് ഞാനും അമ്മയും ഓരോ മസാല ദോശയും കാപ്പിയും വടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഇനി തിരിച്ച് നടന്നു പോവാണ്. നടന്നു പോകുമ്പോൾ വഴിവക്കിൽ കണ്ടൊരു സംഭവമാണിത്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു തുപ്പലം പൊട്ടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. അതിൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള വേലിപ്പടക്കം തന്നെയാണിത്. അപ്പോൾ വഴിയിൽ നിന്ന് അത് കിട്ടിയപ്പോൾ അതും കൊണ്ടുവന്നിരുന്ന് പൊട്ടിച്ചു. കുറച്ചു നേരം അങ്ങനെ സമയം പോയി. എന്നാലും ഉണ്ടായിരുന്നു 2 മണിക്കൂറിൽ ഇനിയും സമയം. രാവിലെ നേരത്തെ എണീറ്റ് പോയോണ്ട് തന്നെ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അമ്മയുടെ തോളിലും ചാരി കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സമയമായി. അവർ 2ാമത്തെ കുത്തിനെ വിളിച്ചു. അങ്ങനെ 2ാമത്തെ കുത്തും കുത്തിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഞാൻ ഇന്ന് കഞ്ഞിയാണ് കുടിച്ചത്. കഞ്ഞിയിൽ നല്ല മോരൊക്കെ ഒഴിച്ചിട്ട് തുവരപ്പയർ ഉപ്പേരിയും പിന്നെ ചെമ്മീൻ ചമ്മന്തി ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ ജുങ്കുടുവിൻ്റെ അടുത്തേക്ക് പോയി. അവളാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അപ്പം ഞാൻ വന്ന സ്ഥിതിക്ക് ആൾ വേഗം ചെരുപ്പൊക്കെ ഇട്ടിട്ട് എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏതു നേരമുള്ള ഈ ഒരു ഓട്ടവും വീഴ്ചയും മുട്ടുപൊട്ടലൊക്കെ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ആൾക്കത് വലിയ പുത്തരിയൊന്നുമല്ല, ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കും. അങ്ങനെ കുറേ നേരം ഞങ്ങൾ 2 പേരും കൂടി കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് പോവാനായിട്ട് നോക്കുമ്പോൾ അവൾ എൻ്റെ പിന്നാലെ ഓടി വരികയാണ്. അവൾ തിരിച്ചു വരുന്നില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവൾ ആദ്യം നടക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറേ നുണക്കഥകളൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് വേണം അവളെ അവിടെ പിടിച്ചിരുത്താനായിട്ട്.
അച്ഛനും നല്ല ജുങ്കൂനും കൊടുക്കാനായിട്ട് 2 കോലുമിഠായി മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ കുറച്ച് നേരം പിന്നെ അതുമേയായി ശ്രദ്ധ. പിന്നീട് അതിനോടുള്ള പൂതി മതിയായപ്പോൾ ആള് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടാ. എങ്ങോട്ടാ പോണേ? അമ്മമ്മ പോയി കടയിച്ച് പോയി. അമ്മമ്മ കടയിച്ച് പോയി. ആര് പോയി? അമ്മമ്മ കോലുമിഠായി വെച്ച പോയതല്ല, ജോലി ചെയ്യാ പോയി. പൊന്നോക്കെ എന്നാ ഒങ്ങിക്കോ, വീഴരുതേ. പോവാ, ബൈ. അയ്യേ മിഠായി നേരത്തിട്ടു. ജുങ്കൂനൊരു വിധത്തിൽ വീട്ടിൽ പിടിച്ചിരുത്തിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മായി. അപ്പോൾ പുട്ടും പപ്പടവും കൂടിയിട്ട് കഴിച്ചിട്ട് പാലും കുടിച്ച് ചെടി നനയ്ക്കാനായിട്ട് ഇറങ്ങി. പൈപ്പ് വെള്ളം ഒന്നരാടം ദിവസങ്ങളിലാണ് വരുന്നത്. പൈപ്പിൽ വെള്ളമുള്ള ദിവസമാണെങ്കിൽ ഞാൻ ഓസിട്ടിട്ട് ചെടികൾക്ക് നനയ്ക്കാറുണ്ട്. ഇല്ലാത്ത ദിവസങ്ങളിൽ അമ്മ രാവിലെ തന്നെ നനച്ചിട്ടാണ് ജോലിക്ക് പോകാറുള്ളത്. വെള്ളമില്ലാത്ത ദിവസങ്ങളിൽ ബക്കറ്റിലൊക്കെ വെള്ളം എടുത്ത് ചെടി നനയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് അമ്മ നനയ്ക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ അമ്മ അതൊക്കെ നനച്ച് സെറ്റാക്കി വെച്ചിട്ട് പോകും. അപ്പം ഇന്ന് വെള്ളമുള്ള ദിവസമാണ്, അതുകൊണ്ട് ഞാൻ ചെടി നനയ്ക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചയുറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജുങ്കു വീണ്ടും എണീറ്റ് വന്നിട്ടുണ്ട്. ജുങ്കു അമ്മയും കൂടിയിട്ട് നടക്കാനായിട്ട് വന്നതാണ്. ഞാൻ ചെടി നനയ്ക്കാൻ കണ്ടിട്ട് അവൾക്കും കൂടിയും ചെടി നനയ്ക്കാനാണ് അവൾ ഈ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത്. കുറച്ച് നേരമൊക്കെ നനയ്ക്കാനായിട്ട് ഞാൻ കൊടുത്തു. പിന്നെ അവൾ നനയ്ക്കുന്നത് ഫുള്ള് മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ വേഗം ഞാൻ ആ ഓസ് തിരിച്ച് മേടിച്ചു. അങ്ങനെ ചെടിയൊക്കെ നനച്ചിട്ട് ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നടക്കാൻ പോകാനാണ് പ്ലാൻ. ഞാനും ചേച്ചിയും 1 മാസത്തെ വ്യത്യാസത്തിലാണ് പ്രഗ്നൻ്റ് ആയത്. ചേച്ചി ആദ്യം പ്രഗ്നൻ്റ് ആയി, 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനും പ്രഗ്നൻ്റ് ആയി. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഏകദേശം ഡെലിവറി ഡേറ്റ് ഒരു ടൈമിലാണ് വരുന്നത്. ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പിലായിരുന്നു ഞങ്ങൾ 2 പേരുടെയും കല്യാണം കഴിഞ്ഞത്. അന്ന് കൊറോണ ടൈം ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഡെലിവറിയും ഏകദേശം 2 ആഴ്ചത്തെ ഗ്യാപ്പിൽ തന്നെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ചേച്ചിയുടെ 2ാമത്തെ ഡെലിവറിയും എൻ്റെ ആദ്യത്തെ ഡെലിവറിയാണ് ഇത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീടുകളിൽ ഒരേ സമയം 2 ബേബീസിനെയാണ് എല്ലാവരും കൂടി കാത്തിരിക്കുന്നത്. നടക്കാൻ പോകാനായിട്ട് ജുങ്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞ് വാശി പിടിച്ച് നടക്കുകയാണെങ്കിൽ നടക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് അവളെ കൊണ്ടുവരാറുള്ളത്. ഒരു ദിവസം ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങനെ കൈ പിടിച്ച് നടന്നപ്പോൾ അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി. പിറ്റത്തെ ദിവസം അവൾ തന്നെ വന്നിട്ട് കൈ പിടിച്ചിട്ട് നടക്കുകയാണ്. എപ്പോഴും നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ആ പൂക്കളൊക്കെ പൊട്ടിച്ച് കളിക്കാൻ നോക്കുകയാണ്. പൂക്കൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അമ്മമ്മയുടെ നല്ല ചീത്ത വെക്കെന്ന് പറഞ്ഞപ്പോൾ ആള് പേടിച്ചിട്ട് ഒരു നോട്ടം നോക്കി. അത് കഴിഞ്ഞപ്പോൾ 1 പൊട്ടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ആള് 2 പൊട്ടിച്ചിട്ട് അതിൽ അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അതെ അതെ അതെ, ഇവിടെ 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 കഞ്ഞില്ല. മതി മതി മതി. ഓക്കെ ഡാഡ് ഗുഡ് ഗേൾ. അയ്യപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ ജുങ്കു പോയി. അപ്പം ഞാൻ നേരെ പോയി കുളിച്ച് നാമൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. സേമിയ പായസമായിരുന്നു, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസമാണ്. അപ്പോൾ പായസമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് ഒരു 8-8:30 ആയപ്പോൾ അച്ഛൻ എനിക്ക് തട്ടുകടയിൽ നിന്ന് നല്ല പൊറോട്ടയും ബോട്ടിയും കൊള്ളിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഒന്ന് നേരത്തെ വിശന്നു. 8:30ക്കാണ് സാധാരണ ഫുഡ് കഴിക്കാറ്. ഇന്ന് 8 മണി ആയപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. നല്ല ചൂടോട് കൂടിയിട്ടുള്ള ബോട്ടിയും കൊള്ളിയായിരുന്നു. അത് തുറക്കാൻ തന്നെ കൈപ്പുള്ളായിരുന്നു. ഈ തട്ടുകടയിലത്തെ ഫുഡ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മേടിച്ചുകൊണ്ടിരാറുണ്ട്. അധികം അങ്ങനെ പുറത്തൊന്നും കഴിക്കില്ലെങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴും മേടിക്കുന്നുണ്ടെങ്കിൽ ഈ തട്ടുകടയിൽ നിന്നാണ് അച്ഛൻ എനിക്ക് ഫുഡ് മേടിച്ചുകൊണ്ടിരാറുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനിച്ചേട്ടൻ വിളിച്ചപ്പോൾ അനിച്ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.